നമ്മൾ ഇവിടെയും പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്ത ഒരു വിഷയം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് മർ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടതെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളെല്ലാം അംഗീകരിക്കുന്ന ഹദീസാണത്. സ്വപ്നത്തിൽ അള്ളാഹിന്റെ റസൂലിനെ കാണാൻ കഴിയാന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. പ്രത്യേകിച്ച് ശഅബാൻ മാസമൊക്കെ ഹബീബായ തങ്ങളുടെ മാസമാണ്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്ന ആയത്ത് അവതരിച്ച മാസമാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. എല്ലാവർക്കും കാണാം, സാധാരണക്കാർക്ക് കാണാം, അമുസ്ലിം സഹോദരങ്ങൾക്ക് വരെ കാണാം. കാരണം അവർക്കിടെ ഹബീബായ തങ്ങൾക്ക് എല്ലാരോടും അതാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലമീൻ എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും പെടും, എല്ലാവർക്കും കാണാം. അങ്ങനെ കണ്ട സംഭവങ്ങളാണ് നമ്മുടെ മൗലിദിന്റെ കിതാബുകളിൽ നിറഞ്ഞു കിടക്കുന്നത്. മങ്കൂസ് മൗലിദിൽ അതിന്റെ അവസാനത്തെ ഹിക്കായത്ത് ഒരു മുസ്ലിം സഹോദരൻ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സംഭവമാണ്. ശറഫൽ അനാമിന്റെ അവസാനത്തിൽ ജൂതയായ ഒരു സഹോദരി അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ട സംഭവമാണ്. അപ്പൊ ആ വാദം അഹ്ലുസുന്ന നേരത്തെ പറഞ്ഞു പോരുന്നതാണ്. ഹബീബായ തങ്ങളെ ഏതെല്ലാം രൂപത്തിൽ കാണാം, ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. എന്നാൽ മുജാഹിദ് മൗലവിയായ അബ്ദുസ്സലാം സുല്ലമി കണ്ടില്ലേ നിങ്ങൾ, ശാഫിഈ മദ്ഹബ് എന്ന പുസ്തകം. ഇത് 1994 കാലത്ത് പ്രസിദ്ധീകരിച്ചതാ. 94 കാലം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയുന്നത് കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഒരാൾ ഉറക്കത്തിൽ നബിയെ ദർശിക്കുകയും ബാഹ്യമായ നിലക്ക് മതത്തിൽ സ്ഥിരപ്പെട്ട നിയമത്തിനെതിരായ ഒരു നിയമം പറഞ്ഞാൽ അത് സ്വീകരിക്കരുത് എന്നൊക്കെ എഴുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖമായി ദർശിച്ച സ്വഹാബി വര്യന്മാർക്ക് മാത്രമേ താൻ ദർശിച്ചത് നബിയെ തന്നെയാണെന്നു ഗണ്യതമായി പറയാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ? സ്വഹാബികൾക്ക് മാത്രമേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ റസൂലാന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റു രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാച് സ്വപ്നത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാം. ഇതാരവാദമാണ്? മുജാഹിദിന്റെ തലതൊട്ടപ്പൻ നേതാവായ അബ്ദുസ്സലാം സുല്ലമിയുടെ വാദം. അന്ന് 94 ശാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞ് അബ്ദുസ്സലാം സുല്ലമി ഈ ബുക്ക് എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് മറുപടി എഴുതി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പേര് ശാഫിഈ മദ്ഹബ് എന്നാണ്. ഈ പുസ്തകത്തിൽ സുല്ലമിയുടെ ഈ ആശയത്തെ അദ്ദേഹം ഗണ്ണിച്ചു, ശക്തമായി ഗണ്ണിച്ചു, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഗണ്ണിച്ചു. കണ്ടില്ലേ നിങ്ങൾ, നേരിട്ട് ദർശിക്കാത്തവർ സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ ആ സ്വപ്നത്തിന് പോലും യാതൊരു വിലയുമില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ് മൗലവി നടത്തുന്നത്. മൗലവിയെ ഗണ്ണിക്കുകയാണ്. എന്നിട്ട് ഉറപ്പിച്ചു പറയുന്നു, ദുനിയാവിലെ അവസ്ഥക്ക് വ്യത്യസ്തമായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുയോജ്യമായതുമായ അവസ്ഥയിൽ നബിയെ സ്വപ്നത്തിൽ കാണാമെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. പ്രസ്തുത സ്വപ്നം സത്യവുമാണ്. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവിധ രൂപത്തിൽ സ്വപ്നം കാണാമെന്നും അത് സ്വഹാബത്തിന് മാത്രമല്ലെന്നും എല്ലാവർക്കും കാണാമെന്നും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ
1996 സുല്ലമിയെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതുകയാണ്. ശരിക്കും മനസ്സിലാക്കണം, ഞാനിത് ഉദാഹരിക്കുന്നത് എന്തിനാ? നമ്മൾ ഇടപെട്ട വിഷയം ആദർശപരമാണ്. വ്യക്തിയെ പറയുന്ന സംഭവം നമുക്കില്ല. അഇമ്മത്ത് മശായിഖ് പഠിപ്പിച്ച ആശയത്തിനെതിരിൽ ആര് പറഞ്ഞാലും പ്രാമാണികമായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ നയം. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നയമാണ്. ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെ അറിവുള്ളവർ എതിർക്കണം. അറിവുള്ളവർ എന്ന് പറയുമ്പോൾ അറിവുള്ളവർ മശായിഖുമാരാണ്. അവരെ നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ ആ പണി ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ ശാഫിഈ മദ്ഹബ് എന്ന പേരിൽ ഇത്തരം വികലമായ ആശയം അബ്ദുസ്സലാം സുല്ലമി എഴുതുകയാണ്. അതിന് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മറുപടിയും എഴുതി. ഇനിയാണ് ഞാൻ പറയുന്നത്, 94 സുല്ലമിയുടെ ഈ വാദം 2020 ശേഷം പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാദിക്കുകയാണ്. മനസ്സിലാക്കണം, സലാം സുല്ലമി 94 വാദിച്ച വാദം 2020 ശേഷം എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ആര് വാദിക്കുന്നു? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വാദിക്കുന്നു. പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്താ ചെയ്തതെന്ന് സുല്ലമിക്ക് മറുപടി എഴുതി. ആ സുല്ലമിയുടെ അതേ ആശയം 2020 ഒരു മുസ്ലിയാർ പറയുമ്പോൾ അന്ന് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എടുത്ത പണി നമ്മളെടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ പറഞ്ഞു ആ ആശയം തെറ്റാണ്. സാധാരണക്കാർക്ക് റസൂലുള്ളാഹിനെ കാണാം, അത് പിശാചാവുകയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ആദർശപരമായ ഇടപെടൽ. ഈ ഇടപെടൽ നമ്മൾ വസ്തുനിഷ്ഠമായി നടത്തുമ്പോൾ ഏത് സാധാരണക്കാരനും അത് വ്യക്തമായി. അതുകൊണ്ടാണ് നമ്മളെ വിമർശിക്കാൻ കഴിയാതെ വരുമ്പോ ആ വാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ചില ശ്രമങ്ങൾ ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂനൂരടുത്ത് പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു മുസ്ലിയാർ, അയാൾ പേരോട് അബ്ദുറഹ്മാൻ മൗലവിയുടെ ഈ വാദത്തെ ന്യായീകരിച്ച് നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ഇന്ന് അതാണ് നിങ്ങൾ ആദ്യം കേൾക്കുന്നത്. കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മറുപടി മാന്യവും പ്രാമാണികവുമായിരിക്കും. അവരോ ആക്ഷേപങ്ങളുടെ സ്വരങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് തറി പറഞ്ഞൊരു സംഭവം കാണാൻ കഴിയില്ല. ആകെ പ്രശ്നം വന്നത് എന്താ? ശൈത്താനി മുസ്ലിയാർ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് അയാളെ ആക്ഷേപിച്ചതല്ല, അയാളുടെ വാദത്തിലേക്ക് അയാളെ ചേർത്ത് പറഞ്ഞതാണ്. അയാളുടെ വാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ശൈത്താൻ വരും. ശൈത്താൻ പോലും ഇല്ലാത്ത വാദമാണ്. അപ്പൊ അങ്ങനെ വാദിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ വാദത്തിലേക്ക് അയാളെ ചേർത്തു. നിയൽവാദി, അതുപോലെ ശൈത്താനി മുസ്ലിയാർ, ഇതൊന്നും പിന്നെ വേറെന്തോ തെറിയല്ലത്. അത് ആ വാദം അത്രയേ ഉള്ളൂ. പറയട്ടെ, ആ മുസ്ലിയാരെന്ന് പറഞ്ഞോട്ടെ, ഈ അടുത്ത നാട്ടുകാരനാണ്, പറഞ്ഞോട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ വരാൻ പിശാചിന് കഴിയൂല, ഉറപ്പാണ്. അതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. അതാണ് മൗലാന പേരോട് ഉസ്താദ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ശൈത്വാനിന് മുത്തുനബിയുടെ രൂപം പ്രാപിക്കാൻ കഴിയൂല എന്ന് തന്നെയാണ്. പക്ഷെ ചില ആളുകള് അതങ്ങനെയാണ്. പണ്ഡിതന്മാരോട് അസൂയുള്ള ചില മനുഷ്യന്മാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അവര് കുരുപൊട്ടി ഇങ്ങനെ നടക്കുമ്പോ പലതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പേരോട് ഉസ്താദ് പറഞ്ഞത് ഇല്ലേ, പേരോട് ഉസ്താദ് പിശാചിന്റെ കോലത്തിൽ നബിതങ്ങൾ വരുമെന്ന് പറഞ്ഞു എന്ന് ആരോപണം പറഞ്ഞു നടക്കുന്ന ചില എവിടെയും എടുക്കാത്ത പൈസ പോലെ നടക്കുന്ന ചില മനുഷ്യന്മാർ. എല്ലാ കടയിലും കൊണ്ടുപോയി ചോദിച്ചു നോക്കി, ഇതൊന്നും എടുക്കുമോന്ന്. ആരും എടുക്കുന്നില്ല. എല്ലാ വീട്ടിലും കയറി നോക്കി, എല്ലാ നേതാക്കന്മാരുടെ അടുത്തും പോയി നോക്കി. ഒരാളും പറഞ്ഞു, ഇത് കീറിയ നോട്ടാണ്, വേണ്ട. ഇത് കീറിയതാണ്, വേണ്ട. ഇത് കീശയിലിട്ടാ ശരിയാവൂല എന്ന് പറഞ്ഞ് മടക്കി അയച്ച ഒരു ടീമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെ പേരോട് ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കാൻ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ തന്നെ മനസ്സിലായി ആ പോക്ക് അങ്ങോട്ടാണ്, മറ്റേ ആളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോ എന്താണ് അദ്ദേഹം പറഞ്ഞ വിഷയത്തിനോട് ഞാൻ പ്രതികരിക്കാം. അദ്ദേഹം പറയുന്നത്, പേരോട് ഉസ്താദിനെതിരെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലർ, ആരും എടുക്കാത്ത ആളുകൾ എന്നാണ്.
യഥാർത്ഥത്തിൽ ആരാണ് എടുക്കേണ്ടത് എന്ന് ഇവർ പഠിച്ചിട്ടില്ല. ഒരാളെ ആരാണ് കബൂൽ ചെയ്യേണ്ടത് എന്ന് വരെ പഠിച്ചിട്ടില്ല. ഈ ദുനിയാവിൽ ഒരാൾ ജീവിക്കുമ്പോൾ അയാളെ മരണം വരെ നോക്കിയാൽ അയാളെ കബൂൽ ചെയ്യേണ്ടതാരാ? അർഹമുർ റഹീമായ അല്ലാഹുവാ. അല്ലാഹ് കബൂൽ ചെയ്യണമെങ്കിൽ ആര് കബൂൽ ചെയ്യണം? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ കബൂൽ ചെയ്യണമെങ്കിൽ ഓരോ കാലഘട്ടത്തിലുമുള്ള മശായിഖുമാരുണ്ട്, അവരുടെ പ്രതിനിധികൾ. അവരാണ് കബൂൽ ചെയ്യേണ്ടത്, അവരാ എടുക്കേണ്ടത്. വ്യക്തമായി പറഞ്ഞ മടവൂര് ശൈഖുനാ ഖദ്ദസല്ലാഹു സിർറ, അതുപോലെയുള്ള മശായിഖുമാർ, അവരെ വഴിയിൽ നിന്നുള്ള ഹയാത്തിലുള്ള മഹാന്മാരുണ്ട്. അവരാണ് ഒരാളെ കബൂൽ ചെയ്യേണ്ടത്. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന് മാത്രമാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനാണ്. ആ അല്ലാഹയെയും റസൂലിനെയും വ്യക്തമായി യഖീനോടെ വിശ്വസിച്ച ഔലിയാക്കൾക്കുമാണ്. അവരാണ് നമ്മളെ കബൂൽ ചെയ്യേണ്ടത്. അവര് കബൂൽ ചെയ്ത് അവര് സ്വീകരിച്ച് കിട്ടിയാൽ മതി. അതാണ് ഇവിടെ ആവശ്യം. അവരെ കിട്ടിയാൽ എല്ലാമായി. അവരെ കിട്ടിയില്ല പിന്നെ ആരൊക്കെ സ്വീകരിച്ച ഒരു കാര്യമില്ല. അവരെ കിട്ടിയ ആളുകൾ അവര് നിർദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ പോയി വരുന്നു. ഇപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടി. ഇനി ഓൽക്ക് ആരെയും കിട്ടാനില്ല, ഏറ്റവും വലിയ ആളെ കിട്ടിയതാണ്. ചിലപ്പോൾ ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞേക്കും, ഒന്ന് ഹിർക്കൽ രാജാവിൻ്റെ അടുത്ത് പോയി വാ, നജാഷി രാജാവിൻ്റെ അടുത്ത് പോയി വാ, അല്ലെങ്കിൽ ഇന്ന ഗോത്രത്തലവനെ കണ്ടുവാ. അതാ ബന്ധം പുതുക്കാൻ വേണ്ടി അവരുടെ നിവേദക സംഘമായി പറഞ്ഞേക്കുന്നതാ. ഭാഗ്യമുള്ളവരൊക്കെ അവരെ സ്വീകരിക്കുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് കിട്ടേണ്ട സ്വഹാബുൽ വക്തുകളായ മശായിഖുമാരെ, അവരെ പൊരുത്തത്തിന് വേണ്ടി നീങ്ങുന്ന നമ്മൾ, അവരെ കിട്ടിയാൽ ഇനി ആരെ കിട്ടാൻ? അപ്പൊ അവര് നമ്മളോട് നിർദ്ദേശിക്കും. ചിലപ്പോ ചില ആളുകളെ കാണാൻ പറഞ്ഞേക്കും, ചിലപ്പോൾ സാദാത്യങ്ങളെ കാണാൻ പറഞ്ഞേക്കും, ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ കാണാൻ പറഞ്ഞേക്കും, രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളെ കാണാൻ പറഞ്ഞേക്കും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളോടൊപ്പം ഒന്ന് ഫോട്ടോ എടുത്ത് നല്ല സൽക്കാരം നടത്തി നല്ല ബന്ധം സ്ഥാപിച്ച് നമ്മളെ പറഞ്ഞേക്കും. അതല്ലേ ഇപ്പൊ നിങ്ങളെടുത്തുള്ളത്? ഞങ്ങൾ ആട്ടി ഓടിച്ച ഫോട്ടോ അല്ലല്ലോ ഉള്ളത്. നമ്മളെ സ്വീകരിച്ച് സൽക്കരിക്കുന്ന ഫോട്ടോ അല്ലേ നിങ്ങളെടുത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഈ ബന്ധം നിലനിർത്താനുള്ള അവരുടെ നിർദ്ദേശത്തിൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. അതേ സമയത്ത് സ്വീകരിക്കേണ്ടത് മശായിഖുമാരാണ്. അല്ലാഹു അവര് നമ്മളെ സ്വീകരിക്കുന്ന, അവര് നമ്മളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വിഷയം അതല്ലല്ലോ. നമ്മളെന്തോ ആരോപണം പറഞ്ഞതാണോ? അല്ല, ഞാൻ അതിന്റെ വ്യക്തതയിലേക്ക് വരാം. നിങ്ങൾ നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായ സക്കരിയ സ്വലാഹി, അയാൾ ഈ വിഷയത്തിൽ പറയുന്നതൊന്ന് കേൾക്കാം. നമ്മുടെ വിഷയം ആദർശാധിഷ്ഠിതമാണ് എന്ന് വ്യക്തത വരുത്താനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഈ വിഷയം തന്നെ ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടത്. നോക്കൂ നിങ്ങൾ, സക്കരിയ സ്വലാഹി പറയട്ടെ. കാണാൻ വേണ്ടി സലാത്ത് ചൊല്ലി 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 എവിടുന്ന് കിട്ടിയത്? നബിനെ സ്വപ്നം കാണാൻ സലാത്തി അല്ലല്ലേ? ഏത് ഹദീസിലാണ് ഉള്ളത്? സഹീഹായ ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്വപ്നം കാണാൻ സലാത്തി അല്ലിക്കോളി ഉണ്ടോ? മാത്രല്ല റസൂലാണെന്നും പറഞ്ഞിട്ട് ശൈത്താൻ വന്നൂടെ? യഥാർത്ഥ റസൂലിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയൂല. പക്ഷെ ഞാൻ റസൂലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശൈത്താൻ വരൂലേ? റസൂലിനെ നേരിട്ട് കണ്ടൊരു സഹാബിക്ക് സ്വപ്നത്തിൽ കണ്ടത് റസൂലിനെ കണ്ടാൽ അയാൾ റസൂലിനെ തന്നെ കണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ റസൂലിനെ കണ്ടിട്ടില്ലാത്ത ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ വിശേഷങ്ങളും എല്ലാ കിതാബും നേർക്കുനേരെ മനസ്സിലാക്കി നബിയെ കണ്ടതുപോലെ വിവരിച്ചു കൊടുക്കാൻ വഹിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെയും പറക്കളില്ല. ഇത് ഏതൊരു നാടൻ കാക്ക, അയാള് റസൂലിനെ സ്വപ്നം കാണാൻ വേണ്ടി ആഗ്രഹിച്ച് സലാത്ത് ചൊല്ലി 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 അങ്ങനെ കിനാബ് കണ്ട്, കിനാബ് ഇങ്ങനെ നട്ടുച്ചക്ക് മൂപ്പര് ലൈന് നിൽക്കുക. റസൂലുള്ള ആ റൂമിലുണ്ട്, കാണാൻ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. 3 കാര്യങ്ങൾ. ആരാ സക്കരിയ സ്വലാഹി? നിങ്ങൾക്ക് അറിയാലോ, ശാഫിഈ മദ്ഹബ് എന്ന ബുക്ക് എഴുതിയ അബ്ദുസ്സലാം സുല്ലമിയുടെ അരുമ ശിഷ്യനാണ്. പിന്നെ ആത്തർച്ചി കലക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും സംഭവം ആദ്യകാലത്തെ ശിഷ്യനായിരുന്നു.
അങ്ങനെ അയാൾ വളർന്ന് സൗദിയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ റൗദ പൊളിക്കുമെന്ന് മലയാളത്തിൽ പ്രസംഗിച്ച ആളാണ് സക്കരിയ സ്വലാഹി. റൗദപ്പോൾ ഓടേണ്ട അയാൾ പോയി, അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സക്കരിയ സ്വലാഹി ഇപ്പം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ പിശാചി വരൂല. അതിപ്പോൾ നിങ്ങൾ വലിയൊരു പുണ്യായി പറയേണ്ട വാദമൊന്നുമല്ല, ഇയാൾ പോലും പറയുന്ന വാദമാണ്, അത് പ്രത്യേകം പറയേണ്ടതുമില്ല. അതേ സമയത്ത് ഞാൻ റസൂലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പിശാചി വരും, അതാ സക്കരിയ സ്വലാഹി പറഞ്ഞ്. ആ വാദമാണ് ഇന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാൾ പറയേണ്ടത്, നിങ്ങൾ നേർക്ക് നേരെ കണ്ട സ്വഹാബിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്രയും പഠിച്ച പണ്ഡിതനാണെങ്കിലും പരിഗണിക്കാം. ഇത് രണ്ടുമല്ലാത്തവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അത് പിശാചാകാം. ഇത് അബ്ദുസ്സലാം സുല്ലമിയുടെ വാദം. ഇതാരുടെ വാദം? സക്കരിയ സ്വലാഹിയുടെ വാദം. സക്കരിയ സ്വലാഹി അതുപോലെ സലാം സുല്ലമി ഇവർ ഈ വാദം വാദിച്ചപ്പോ അന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തു അതിനെ. അതിന്റെ തെളിവാണ് ശാഫിഈ മദ്ഹബ് എന്ന ഈ ബുക്ക്. എന്നാൽ 2020 ശേഷം ഈ വാദവുമായി വന്നപ്പോ എതിർക്കാനുണ്ടായത് നമ്മളാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ വിഷയം. ആദർശാധിഷ്ഠിതമായ ആ ഒരു രൂപത്തിലുള്ള എതിർപ്പാണ് നമ്മൾ നടത്തിയത് എന്നതിന്റെ വ്യക്തമായ തെളിവ്. ഇനി സക്കരിയ സ്വലാഹി പറഞ്ഞ അതേ കാര്യം സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ മൗലവി പറയുന്നത് കേട്ടോളൂ. ആരോപണമല്ല, ആരോപണം ഉന്നയിക്കേണ്ട കാര്യം നമുക്കില്ല. മരിക്കാനുള്ളവരാണ് നമ്മൾ, ഖബറിൽ പോകേണ്ടവരാണ് നമ്മൾ. നേരത്തെ തൊഴിയൂർ ഉസ്താദ് പറഞ്ഞില്ലേ, ഈ പൂനൂരിലും പരിസരത്തുമൊക്കെ നമ്മുടെ ഏത് മജ്ലിസ് വെക്കുമ്പോഴും അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിച്ച പ്രിയപ്പെട്ട സലാം സഖാഫി നമ്മോടൊപ്പമില്ല, അവർ ഖബറുകളിലാണ്. അതുപോലെ നമ്മുടെ കൂട്ടുകാർ എത്രയോ ഉസ്താദുമാർ, നമ്മളെപ്പോലെ പ്രസംഗിച്ച ആളുകൾ, വഅദ് പറഞ്ഞ ആളുകൾ, വഅദ് കേട്ട ആളുകൾ, ഇതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ മരിച്ചു എന്ന വാർത്തയും അള്ളാഹുവിന്റെ അസലിയായ ഖളാ വരുമ്പോ അതിവിടെ പറയപ്പെടുക തന്നെ ചെയ്യും. അന്ന് ചോദ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് മശായിഖിനെ പുൽകേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആദർശപരമായ വിഷയങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ മശായിഖുമാർ നമ്മളെ ഏൽപ്പിച്ച പണി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണേ എന്ന് പറയാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നമ്മൾ നടത്തുന്നത്. നോക്കൂ, നിങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറഞ്ഞോട്ടെ എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ മൻറആനി ഫിൽ മനാബി, അതേ സ്വപ്നത്തിൽ എന്നെ വല്ലവരും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്, ശൈത്താൻ എന്റെ കോലത്തിൽ വരൂല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിശദമായി ഇമാമികൾ ആ കിതാബിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇമാം സർക്കശി വിവരിച്ചിട്ടുണ്ട്, അതുപോലെ ഇമാം ഖറാഫി വിവരിച്ചിട്ടുണ്ട്. അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ ഒന്ന് സഹാബികളാണ്. സഹാബികൾ നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്. അപ്പൊ സ്വപ്നത്തെ കാണുമ്പോ ഇത് റസൂലുള്ളയാണെന്ന് അവർക്ക് മനസ്സിലാകും. രണ്ടാമത്തത്, അവർ നേരിൽ കണ്ട സഹാബികളല്ലെങ്കിലും കിതാബുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പതിഞ്ഞ ഒരാൾ, അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരാൾ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അത് റസൂലുള്ളയാണെന്ന് അദ്ദേഹത്തിന് കണ്ടു പറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ്. അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം. ഇത് രണ്ടുമല്ലാത്ത ഒരാൾ നബിതങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞാൽ പോലും, ഇനി മറ്റൊരാൾ ഇത് റസൂലുള്ളയാണെന്ന് പരിചയപ്പെടുത്തിയാൽ പോലും, ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത കക്ഷികൾ കണ്ടാൽ അത് കണ്ടത് റസൂലുള്ളാനെയാണെന്ന് ഉറപ്പിച്ചുകൂടാ. അത് ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം. ഈ വാദമാണ് 1994 അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞത്. ഇതാണ് സക്കരിയ സ്വലാഹി പ്രസംഗിച്ചത്. ഈ വാദം ഇദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ ഗണ്ണിച്ചു. നമ്മൾ പറഞ്ഞു, ഹബീബായ തങ്ങളെ ഹദീസ്
മർആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖാ. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കണ്ടതെന്ന് ത്വാഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. തർക്കമില്ലാതിൽ. കാരണം ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വപ്നത്തിൽ പിശാചിന് ഇടപെടാൻ കഴിയില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി സുനനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അബൂ യഅല ഇമാം മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ മുസ്നദിൽ 20 തവണ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മുതവാത്തിറായ ഹദീസാണെന്ന് വരെ, അഥവാ അനിഷേധ്യമായ രൂപത്തിൽ ഒരുപാട് കൂട്ടം സ്വഹാബികൾ, ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ച ഹദീസാണത്. ആ ഹദീസിന്റെ നേരെ ഖണ്ഡനമാണ് പിശാച് വരുമെന്ന ഖണ്ഡനം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഇതാണ് നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിനോട് എതിരായാൽ, അതിനോട് ഖണ്ഡനം നടത്തിയാൽ, മുഅ്മിനീങ്ങളുടെ വഴിയോട് എതിരായാൽ അവസാനം നരകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാര് വന്നപ്പോഴും നമ്മൾ ഖണ്ഡിച്ചിട്ടുണ്ട്. ഒരു ദാരിം ഇത് വന്നു പറഞ്ഞു, ഞങ്ങൾ അതിന്റെ പിന്നിൽ ഖണ്ഡിച്ചു. ഖണ്ഡന പരമ്പരകൾ തന്നെ നടന്നു. അവസാനം വിഷയം ബോധ്യമായി, പൂർണ്ണമായി, അദ്ദേഹം നിർത്തിപ്പോയി. അപ്പൊ ഇതാര് പറയുന്നു എന്നതല്ല, ആ പറയുന്ന വിഷയത്തിലേക്കാണ് നമ്മുടെ നോട്ടം. ഈ നേരത്തെ പറഞ്ഞില്ലേ, ആരോപണം പറയുകയാണ്. ഇത്തരം ആളുകൾ എവിടെ നോക്കിയിട്ടാ അത് പറയുന്നത്? ഇപ്പതാ നമ്മൾ കേരള യാത്ര നടത്തിയല്ലോ. കേരള യാത്ര നടത്തിയ ആ കാലഘട്ടത്തിലെ ഇവരുടെ മുഖപത്രം ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിന്റെ മുഖചിത്രം 2026 സുന്നി വോയിസ് ജനുവരി 1-15. അതിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ലേഖനം, തിരുനബി, അതിന്റെ ചട്ടമ്മൽ തന്നെ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനത്തിലെ അതിവാദങ്ങൾ. അതിവാദങ്ങൾ ഏതാ? ഞാൻ റസൂലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടും പിശാചിന് വരാൻ കഴിയില്ല എന്ന വാദമാണ് അതിവാദം. എന്ന് പറഞ്ഞാൽ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഇതിൽ എഴുതിയ വാദമാണ്. 2016 സുന്നി വോയിസ് പറയുന്നത് ഇത് അതിവാദമാണ്. പിന്നെ മിതവാദം ഏതാ? മിതവാദമാണ് അബ്ദുൽ സലാം സുല്ലമി എഴുതിയ വാദം. മാറ്റമുണ്ടോ? ഇനി അതിൽ എഴുതിയത് എന്താ? സുന്നി വോയിസിന്റെ പേജുകളിലേക്ക് വരൂ, നോക്കൂ നിങ്ങൾ. എന്താ പേരോടത്ത് റഹ്മാൻ സഖാഫി എന്താണോ പറഞ്ഞ് അത് തന്നെ അതിൽ ലേഖനത്തിൽ എഴുതി. ഇതൊക്കെ രേഖപ്പെടുത്തുകയാണ്, ആരോ പറഞ്ഞതല്ല. ആണ്ടോ അതിൻ്റെ ആ പേജ് ഒന്ന് കാണിച്ചു കൊടുക്കണേ. അതിൽ എഴുതുന്ന കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചാൽ കാണാം എവിടെ എത്തി കാര്യം. ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രത്യേകം കോളത്തിലാക്കിയ ഭാഗം ഇങ്ങനെ വായിച്ചാൽ കാണാ. അതിന്റെ ബാക്കിയിൽ ഉറപ്പ് ലഭിക്കൽ ആർക്കാണെന്ന്, സ്വപ്നത്തിൽ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഉറപ്പ് ലഭിക്കുക 2 വിഭാഗത്തിനാണ്. ഒന്ന് ജീവിതത്തിൽ റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട സ്വഹാബി, കണ്ടില്ലേ, അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ അറിയാവുന്നതിനാൽ സ്വപ്നത്തിൽ കണ്ടാൽ ഉറപ്പിക്കാൻ കഴിയും. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കുകയും പ്രവാചകരെ നേരിട്ട് കണ്ടവനെ പോലെ തിരുവിശേഷങ്ങൾ മനസ്സിൽ പതിയുകയും ചെയ്ത വ്യക്തി, അദ്ദേഹത്തിനും ഉറപ്പ് ലഭിക്കും. അല്ലാത്തവർക്കൊന്നും ഉറപ്പ് ലഭിക്കില്ല. ചിലപ്പോൾ കണ്ടത് നബിയെ തന്നെയാകാം, ചിലപ്പോൾ ശൈത്താൻ ചതിക്കാൻ വന്നതുമാകാം. സുന്നി വോയിസാണ്. ഇതിപ്പോ നമ്മളായി തന്നെ ഇപ്പൊ പൂനൂരിലുള്ള ഒരാള് ബളലൽ സഖാഫി, അയാൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ടു. ചിലപ്പോ മൂപ്പരയാകാൻ കണ്ട്, ചിലപ്പോ പിശാചിനാകാം. ഇതുപോലെയാണ് ആരൂന്നും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നൂറല്ലേ അവിടുന്ന്. ആ ഹബീബിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പിശാചിനെ ചേർത്ത് പറയാൻ പാടുണ്ടോ? ഇമാമിങ്ങളത് തീർത്ത് പറഞ്ഞിട്ടില്ലേ? നീ അത് മാത്രല്ല, സ്വപ്ന ദർശനം എങ്ങനെ ഉറപ്പിക്കാം? കണ്ടില്ല എപ്പുറത്തെ പേജിൽ എങ്ങനെ ഉറപ്പിക്കണേലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടായി അറിയപ്പെട്ട എല്ലാ വിശേഷങ്ങളോടെയും കാണണം.
ഉറപ്പിക്കാനുള്ള വഴിയാണ്. പിന്നെ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയായി അറിയപ്പെട്ട ചില വിശേഷണങ്ങളായി കാണുക, എന്നാലേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ലേഖനം എഴുതിയ വ്യക്തി, അയാൾ നേരത്തെ എഴുതിയ ബുക്കുണ്ട്, ലേഖനം എഴുതിയ വ്യക്തിയാണിത്, അയാളുടെ ബുക്കാണിത്, തിരുനബി അത്ഭുത പ്രപഞ്ചം. ഇതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ എങ്ങനെ ഉറപ്പിക്കാം? 442 പേജിലുണ്ട്. ഇത് 2020 വന്ന ബുക്കാണ്. 2020 ഇതേ ലേഖകൻ നേരത്തെ എഴുതിയ ബുക്ക്, 442 പേജ്. അതിലയാൾ പറയുന്നത് നബി തങ്ങ കണ്ടത് നബിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അന്നത്തെ അതിലതാ സ്വപ്നത്തിൽ ദർശിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണോ അതല്ല മറ്റു വല്ലവരുമാണോ എന്ന് മനസ്സിലാക്കാൻ 3 വഴികൾ. ഒന്ന്, സ്വപ്നത്തിൽ കാണപ്പെടുന്ന വ്യക്തി തന്നെ പറയുക, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ പറഞ്ഞാൽ ഒന്ന്. രണ്ട്, കണ്ട വ്യക്തിയുടെ മനസ്സിൽ താൻ കണ്ടത് നബിയാണെന്ന് ഉറപ്പ് ലഭിക്കുക. സ്വപ്നത്തിൽ തന്നെ മറ്റൊരാൾ പറയുക, നീ കണ്ട വ്യക്തി നിന്നോട് സംസാരിച്ച ആൾ റസൂലാണ് എന്ന് പറഞ്ഞാൽ മതി, ഉറപ്പാണ് എന്നാണ് ഇതേ ലേഖകൻ 2020 എഴുതുന്നത്. അതേ ലേഖകൻ സുന്നി വോയിസിൽ 2026 എഴുതുന്നു, അള്ളാന്റെ റസൂലിനെ കണ്ടാൽ ഉറപ്പ് വരൂല സ്വഹാബിക്കല്ലാതെ. ഉറപ്പ് വരണമെങ്കിൽ എല്ലാ വിശേഷണങ്ങളും വേണം, അല്ലെങ്കിൽ ചില വിശേഷണങ്ങൾ വേണം, ഇല്ലെങ്കിൽ അത് പിശാചാണ്. അതാണ് പഴയ നിയമം 2020. പുതിയ നിയമം 2026. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ 96 എഴുതി. സുന്നി വോയിസ് 2026 വഹാബിവാദത്തിലേക്ക് പോയി. നോക്കൂ നിങ്ങൾ, അഹ്ലുസുന്നയുടെ നിലപാട് ഏതാ? അഹ്ലുസുന്നയുടെ നിലപാട് മർക്കസ് മുദർരിസായിരുന്ന പിലാക്കൽ സഖാഫി തന്നെ പറഞ്ഞിട്ട്, ഇനി നമ്മൾ പറഞ്ഞിട്ട് കുഴപ്പാക്കണ്ട, അദ്ദേഹം പറഞ്ഞു കൊടുത്തോട്ടെ. റസൂലുള്ളാഹിനെ ഏത് രൂപത്തിൽ കണ്ടാലും ലക്ഷക്കണക്കിന് രൂപത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. 1,24,000 അമ്പിയാക്കന്മാര് അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ആ അമ്പിയാക്കന്മാരുടെ രൂപത്തിലൊക്കെ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. ഏത് കാലത്തും 1,24,000 ഔലിയാവും അല്ലാഹു തആല ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അവരെ എണ്ണം കുറഞ്ഞാൽ ഖിയാമത്ത് നാളാണ് ഉണ്ടാവും. അവരെണ്ണം കുറയാൻ പാടില്ല. ഒരെണ്ണം കുറയണ അന്നാണ് ഇവിടെ ഊദ. അപ്പോ ആ 1,24,000 ഔലിയാന്റെ കോലത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരും. കറുത്ത ഔലിയാക്കന്മാരുണ്ട്, വെളുത്ത ഔലിയാക്കന്മാരുണ്ട്, നീളം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, പല രൂപത്തിലുള്ള ഔലിയാവും അമ്പിയാവും. അപ്പൊ ആ കോലത്തിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ വരും എന്ന്, സ്വപ്നത്തിൽ വരുമെന്ന്, യഖളത്തിലും വരും, ഉണർവിയിലും വരുമെന്ന് ആരിഫ്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയൊക്കെ ഈ മൗലിദിലുണ്ട്. അപ്പോ സ്വപ്നത്തിൽ ഏത് കോലത്തിൽ കണ്ടാലും ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന അഡ്രസ്സിൽ ആര് വന്നോ അത് ഇബ്ലീസിന് വരാൻ കഴിയൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ തന്നെയാണ്. ഇനി അങ്ങനെ കണ്ടാൽ എന്താ ഉപകാരം? അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അഡ്രസ് ചെയ്തുകൊണ്ട് വരാൻ പിശാചിന് കഴിയില്ല. അപ്പൊ ഉറക്കത്തിലാണ് ഒരാൾ പറയുന്നു ഇത് റസൂലാണെന്ന്, പിശാചിന് വാദിച്ചു വരാൻ കഴിയില്ല. അങ്ങനെ സ്വപ്നത്തിൽ കാണുമ്പോ ഹബീബായ തങ്ങളാണെന്ന് ബോധ്യപ്പെടുന്നു, ഉറപ്പിച്ചോളണം, ആ വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അഹ്ലുസുന്നയുടെ വാദം എന്താ? ഒരാൾ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള എല്ലാ വിശേഷണങ്ങളും നേരത്തെ പഠിച്ചതനുസരിച്ച് തന്നെ കണ്ട് വലിയ സന്തോഷാണ്. ഇനി കണ്ടത് വേറെ രൂപത്തിലാണ്, സ്വപ്നത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നു ഇത് മുത്തു റസൂലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അത് റസൂലിൽ നിന്നുള്ള സ്വപ്നമാണ്, പിശാചിൽ നിന്നല്ല. പിന്നെ എന്തുകൊണ്ട് വേറെ രൂപത്തിൽ വന്നു? അത് ചില കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് തരാനാണ്. അതിന്റെ വ്യാഖ്യാനം അന്വേഷിച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കണം. ഇത് ഇമാം നബവി തങ്ങളെ പോലെയുള്ളവർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇമാം നബവി തങ്ങളുടെ ശറഹ് മുസ്ലിം, ഇതിന്റെ 28ാമത്തെ പേജ് ശറഹ് മുസ്ലിം. എത്ര കിതാബുകൾ! ഇതിന്റെ പരമ്പര തന്നെ നമ്മൾ വായിച്ചിട്ടില്ലേ? അസ്വഹീഹു അന്നഹു യറാഹു ഹഖീഖ സവാഉൻ കാന അലാ സിഫതിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ റസൂലിനെ തന്നെയാണ് കണ്ടത്. ഹബീബായ തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അത് ഹബീബിൽ നിന്നുള്ള സ്വപ്നമാണ് എന്ന് ഇമാമുൻ നവവി വിശദീകരിച്ചു പറയുകയാണ്.
നോക്കൂ നിങ്ങൾ, ഇമാമിങ്ങളൊക്കെ തള്ളി, മശായിഖിനെ തള്ളി, മൗലിദിനെ തള്ളി, പുതിയൊരു വാദം കൊണ്ടുവന്നപ്പോൾ നമ്മൾ അതിനെ എതിർത്തു. ഇനി ഇമാം നബവി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞ് പ്രശ്നമാക്കണ്ട, മർക്കസ് മുദരിസ് തന്നെ വന്നോട്ടെ, ഒക്കെ പോലെ തന്നെയാണ് പറയുന്നത്, നമ്മളല്ല. നമ്മൾ പറയുന്ന എന്താ? ഇമാമിങ്ങളുടെ വാക്കുകൾ ഇവര് തന്നെ പറഞ്ഞത്. ഇത് ആദർശാധിഷ്ഠിതമല്ലേ? ആർക്കാ സംശയം? പിലാക്കൽ സഖാഫി തന്നെ വിശദീകരിക്കട്ടെ. ാണെങ്കിലും എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും പരിചയമുള്ള ആളുകളാണ് ഇമാം നബവി, ഇമാം സുയൂത്തി. അപ്പൊ അവർ രണ്ടാളും ഒരു വിഷയം തീർപ്പാക്കി പറഞ്ഞാൽ പിന്നെ ഇതാണ് പ്രബലം, കേവലം പ്രബലം എന്നല്ല പറഞ്ഞത്, അസ്സവാബു ശരീദാന്നാ പറഞ്ഞത്. അങ്ങനെ പ്രയോഗിച്ചാൽ അതിന്റെ അപ്പുറത്തുള്ള അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ് അഭിപ്രായ വിഷയം എന്ന് അർത്ഥം വരുന്ന. അസ്സവാബു ശരിയായ അഭിപ്രായം എന്നാ പറഞ്ഞത്. അസ്സഹീഹു അതിന്റെ അർത്ഥം അതന്നെ, ശരി. അതിന്റെ അപ്പുറത്തുള്ളത് ബാത്തിലാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഏത് കാര്യമാണ്, തള്ളപ്പെടേണ്ട അഭിപ്രായമാണ് എന്നാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുക. അത് ഇമാം നബവിയും ഇമാം സുയൂത്തിയും പ്രയോഗിച്ച പ്രയോഗമാണ്. ആ പ്രയോഗം ശ്രദ്ധേയാണ്. അസ്സവാബു ശരിയായ അഭിപ്രായം ഈ വിഷയത്തിൽ അന്നമർ റആഹു, വല്ലവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ ഫഖദ് റആഹു ഹഖാ, അവന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും കണ്ടിരിക്കുന്നു. വലോ ഫീ ഗൈരി സൂറത്തിഹി, അതാ ഇമാം സുയൂത്തിയും ഇമാം നബവിയും സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ രണ്ടാളും വിശദമായിട്ട് പറഞ്ഞതാ. വലോ ഫീ ഗൈരി സൂറത്തിഹി, അത് തിരുനബിയുടെ രൂപത്തിലല്ലെങ്കിലും, തിരുനബിയുടെ രൂപം അത് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറാണ്, കണ്ടത് കറുത്ത നിറത്തിലാണ്. തിരുനബി കുറിയവരുമല്ല, നീളം കൂടിയ ആളുമല്ല, ഒത്ത ആളാണ്. നീളം കൂടിയ ഒരാളായിട്ട് കണ്ടു ഒരാൾ സ്വപ്നത്തിൽ, അല്ലെങ്കിൽ കുറിയ ആളായിട്ട് കണ്ടു, അതൊക്കെ മുത്തുനബി. ഇത്ര പച്ചയായി അവരുടെ മർക്കസിന്റെ മുദർരിസുമാര് തന്നെ പച്ചയായി കിതാബടക്കം വിശദീകരിച്ച് പറയുകയാണ്. പ്രാമാണികമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ല, സ്വവാബു എന്നാണ് നബി ഇമാമിന്റെ ഇബാറത്ത്. ശരിയായത് ഇതാണ്, അപ്പൊ അതിനപ്പുറത്തുള്ളത് തെറ്റാണ്. ആ തെറ്റായ വാദമാണ് അബ്ദുസ്സലാം സുല്ലമി കൊണ്ടുവന്നത്. ആ വാദമാണ് ഇബ്നു തൈമിയ കൊണ്ടുവന്നത്. ആ വാദമാണ് പേരോട് അബ്ദുറഹ്മാൻ മൗലവി കൊണ്ടുവന്നത്. ആ വാദം തെറ്റാണ്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് സുന്നി വോയിസ് തന്നെ എഴുതി, അപ്പൊ ഔദ്യോഗിക വാദമായി, അല്ലെങ്കിൽ അയാൾ പറഞ്ഞാൽ തന്നെ മതി. അപ്പൊ ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നേർക്കുനേരെയുള്ള ഹദീസിന്റെ ഖണ്ഡനം പറയുമ്പോ ഈ ഒരു വിശ്വാസത്തിൽ എത്ര ആളുകൾക്ക് എന്നോടെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരാളുകൾ ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞൊരു സ്വപ്നം കണ്ടിരുന്നു, ഞാൻ വിശ്വസിച്ചിരുന്നു റസൂലിൽ നിന്നുള്ള സ്വപ്നവും, പക്ഷേ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞപ്പോ അത് പിശാചാണ് എന്നതിലേക്ക് ഞങ്ങൾ എത്തി എന്ന് ധൈര്യസമേതം വിളിച്ചു പറഞ്ഞ അവരുടെ പ്രവർത്തകരുണ്ട്. അതാണ് ഒരു പണ്ഡിതനായി അംഗീകരിക്കുന്ന ആള് ളലാലത്തിലായാൽ അയാൾ ളാലും മുദല്ലുമായി മാറും. സ്വയം വഴിപഴക്കും, മറ്റുള്ളവരെ വഴിപഴപ്പിക്കും. അപ്പൊ നമ്മൾ സാധാരണക്കാരായ ആളുകളോട് പറയാണ്, അവരെ പ്രവർത്തകരോടും നസീഹത്തോടെ പറയുകയാണ്, അയാൾ പറഞ്ഞതിൽ ശരിയില്ല, ആ അഭിപ്രായം അഹ്ലുസുന്നയുടേതല്ല, മറിച്ച് അഹ്ലുസുന്നയുടെ അഭിപ്രായം ഏത് സാധാരണക്കാരൻ കണ്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നമുക്ക് ഉറക്കത്തിൽ ബോധ്യപ്പെടുന്ന രൂപത്തിൽ, ഏത് രൂപത്തിൽ കണ്ടാലും അതെല്ലാം അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള സ്വപ്നമാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ പറയുമ്പോ അത് ആരോപണം ഉന്നയിക്കലല്ല, തിരുത്തുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ? ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ മതസംഘടനയോടോ നമുക്കങ്ങനെ ഒരു പ്രത്യേകമായ വിരോധമില്ല.